എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നേക്കുന്ന ഒരു ലൈറ്റ് റൂം ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലൈറ്റ് റൂം കളർ ഗ്രേഡിംഗ് ആണ്. അപ്പം കുറച്ച് പേർക്കായാലും കളർ ഗ്രേഡിംഗ് അറിയത്തില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കളർ ഗ്രേഡിംഗ് എന്ന് അറിയാൻ വേണ്ടി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കളർ ഗ്രേഡിംഗ് ചെയ്യണം. നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് നമുക്ക് ലൈറ്റ് ടൂളിലേക്ക് പോകാം. നമുക്ക് ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണം കളർ ടൂളിലേക്ക് പോകുമ്പം. അതിനോട് നിങ്ങൾ ആദ്യമേ തന്നെ ലൈറ്റ് ടൂളിലേക്ക് പോവുക. ലൈറ്റ് ടൂളിലേക്ക് പോയിട്ട് നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ എക്സ്പോഷർ ഏകദേശം ഒരു 0.60 ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത കോൺട്രാസ്റ്റ് ആണ്. കോൺട്രാസ്റ്റ് ഞാൻ ഇവിടെ കൂട്ടുവാണെങ്കിൽ കോൺട്രാസ്റ്റ് കൂട്ടുമ്പോൾ നമ്മുടെ ഫോട്ടോയിലുള്ള ഫുള്ളായിട്ടുള്ള സാച്ചുറേഷൻ കൂടും. അപ്പോൾ ഞാൻ ഇവിടെ കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 15 വരെ ഇവിടെ കൂട്ടുവാണ്. 15-16 റേഞ്ച്. ഇനി അടുത്ത് നമുക്ക് ഹൈലൈറ്റ്സിലേക്ക് പോകാം. ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോയ്ക്കകത്തുള്ള ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നസ് വരുന്ന ഭാഗമാണ് ഹൈലൈറ്റ്സ്. ഹൈലൈറ്റ്സിന് ഏകദേശം ഒരു 27 വരെ ഇവിടെ കുറയ്ക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ അനുസരിച്ച് നിങ്ങൾ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഷാഡോസിലേക്ക് പോകാം. ഷാഡോസ് ഏകദേശം ഒരു 28 വരെയാണ് ഞാൻ ഇവിടെ കൂട്ടുന്നത്. ഷാഡോസ് പറഞ്ഞാൽ നിഴൽ ഫോട്ടോ എവിടെയാണെന്നില്ല ആ ഭാഗത്ത് നമുക്ക് ഷാഡോസ് കൂട്ടി കൊടുക്കാം. അടുത്ത് നമുക്ക് വൈറ്റ്സിലേക്ക് പോവുക. വൈറ്റ്സിൻ്റെ അത് ഞാൻ ഇവിടെ ഒരു 14 വരെ ഇവിടെ കുറയ്ക്കുവാണ്. ബ്ലാക്സിലേക്ക് പോകാം. ബ്ലാക്സ് ഞാൻ ഒരു പൊടിക്ക് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 33 വരെ അവിടെ കുറച്ചു. ഇനി അടുത്ത് നമുക്ക് കെയർ ടൂളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. കെയർ ടൂളിൽ പോയിട്ട് നമുക്ക് RGB സെലക്ട് ചെയ്യാം. RGBക്ക് അത് നമുക്ക് ഇവിടെ ഒരു ഏറ്റവും താഴത്തെ പോയിന്റ് ഇവിടെ പൊടിക്ക് കിട്ടും. ഏറ്റവും താഴത്തെ പോയിന്റ് ഒരു പൊടിക്കുകയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മുടെ ഫെയ്ഡ് കയറി വരും നമ്മുടെ ഫോട്ടോയ്ക്കകത്ത്. ഒരു ഫെയ്ഡ് എഫക്റ്റ്. അത് നമ്മുടെ കെയർ ടൂണിൻ്റെ സെറ്റിങ്സ് ഏകദേശം കഴിഞ്ഞു. നമുക്കിനി ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത് കളർ ടൂളിലേക്കാണ്. കളർ ടൂണിൻ്റെ നമുക്ക് ഒരു ടെമ്പറേച്ചർ നോക്കാം. ടെമ്പറേച്ചർ നമ്മൾ ഫുള്ള് മണ്ടോട്ട് വിടും. നമുക്കൊരു യെല്ലോ ടോൺ കയറി വരും. നമ്മളൊരു പുറകോട്ട് ഫുള്ള് ഒരു ബ്ലൂയിഷ് ടോണാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ ഒരു പൊടിക്ക് ഞാൻ കുറച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ. ടിൻറ്റ് നമുക്കൊന്ന് കൂട്ടി വെക്കാം. ടിൻറ്റ് കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഫോട്ടോയ്ക്ക് ഒരു മജന്ത ടോൺ കയറി വരും. കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. വൈബ്രൻസ് ഞാൻ ഇവിടെ ഒരു പൊടിക്ക് കുറച്ചിട്ടുണ്ട്. സാച്ചുറേഷൻ ഇവിടെ പൊടിക്ക് കൂട്ടി. ഇനി അടുത്ത് നമുക്ക് മിക്സ് ടൂളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കളർ ഗ്രേഡിങ് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇവിടെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറയ്ക്കുന്നുണ്ട്. ലൂമിൻസ് ഞാൻ കുറയ്ക്കുന്നുണ്ട്. റെഡിൻ്റെ അകത്താണ് ഞാൻ ഇപ്പം ചെയ്തത്. അടുത്ത് നമുക്ക് ഓറഞ്ചിലേക്ക് പോകാം. ഓറഞ്ച് സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറച്ച് ലൂമിൻസ് ഒരു പൊടിക്ക് കൂട്ടുവാണ്. അടുത്ത യെല്ലോയിലേക്ക് പോകാം. യെല്ലോയ്ക്ക് അത് ഞാൻ ഇവിടെ ഏകദേശം ഒരു 12 വരെ കൂട്ടുവാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയ്ക്കകത്തുള്ള പച്ചപ്പിൻ്റെയും ഗ്രീനിഷ് ടോണിൻ്റെ അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അടുത്ത സാച്ചുറേഷൻ ഏകദേശം ഒരു 63 വരെ നമുക്ക് കുറയ്ക്കാം. അതിനുശേഷം ലൂമിനൻസ് ഏകദേശം ഒരു പൊടിക്ക് ഞാൻ ഇവിടെ കൂട്ടുവാണ് ഒരു 10 വരെ. ഇനി അടുത്ത ഗ്രീനിലേക്ക് പോവുക. ഗ്രീനിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ഒരു 2 വരെ കൂട്ടാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം 14 വരെ നമ്മൾ കുറയ്ക്കാം. പക്ഷേ ലൂമിൻസ് ഏകദേശം ഒരു 44 വരെ നമുക്ക് കുറയ്ക്കാം. ഇനി അടുത്ത് അക്യോയിലേക്ക് പോവുക. അക്യോയ്ക്കകത്ത് ഞാൻ ഇവിടെ ഒരു 62 വരെ അവിടെ കൂട്ടുവാണ്. നിങ്ങളുടെ ഫോട്ടോ അനുസരിച്ച് ഈ കളർ ടോൺ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ഏത് കളറാണുള്ള ആ രീതി നിങ്ങൾ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ സാച്ചുറേഷൻ ഒരു 58 വരെ ഞാൻ അവിടെ കുറയ്ക്കുവാണ്. ലൂമിൻസ് ഒരു പൊടിക്ക് കൂട്ടിയിട്ടുണ്ട്. 18 വരെയാണ് കൂട്ടിയേക്കുന്നത്. അടുത്ത ബ്ലൂവിലേക്ക് പോവുക. ബ്ലൂവിൻ്റെ അത് നമുക്ക് ഒരു 32 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 34 വരെയും കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ കളർ ഗ്രേഡ് ഏകദേശം കഴിഞ്ഞ് നമുക്ക് ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നിങ്ങൾ എഫക്ട്സിലേക്ക് പോവുക. എഫക്ട്സിൻ്റെ അത് ഞാൻ ഇവിടെ ക്ലാരിറ്റി ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. ഏകദേശം 20 രൂപയാണ് ക്ലാരിറ്റി കൂട്ടിയേക്കുന്നത്. ഡീഗേഴ്സ് ഒരു 20 വരെ ഞാൻ ഇവിടെ കൂട്ടുകയാണ്. അടുത്ത ബിഗ്നൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് ഒന്നുകൂടെ കളർ ടൂളിലേക്ക് പോയിട്ട് നിങ്ങൾ മണ്ടൊരു ടൂൾ കാണാം, ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ഒരു ഇപ്പോൾ ഷാഡോസാണ്. ഷാഡോസിൻ്റെ അകത്ത് ഒരു ഏകദേശം ഇപ്പോൾ ഒരു 168 വരെയും സാച്ചുറേഷൻ 17 അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്.
പക്ഷേ ബ്ലെൻഡിങ് ഫുള്ള് കൂട്ടുക. പക്ഷേ നിങ്ങൾ ബാലൻസ് ഏകദേശം ഒരു 73 വരെ കൂട്ടുക. ലൂമിനൻസ് നിങ്ങൾ കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഒരു കുറയ്ക്കുവാണ് ചെയ്തേക്കുന്നത് ലൂമിനൻസ്. അടുത്ത് നിങ്ങൾ മിഡ് ടോൺസിലേക്ക് പോവാം. മിഡ് ടോൺസ് നിങ്ങൾ ഏകദേശം ഒരു 260 തരും. സാച്ചുറേഷൻ 21 വരെ ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. റൺ കൊടുക്കാം. നമുക്ക് ഒന്നുകൂടെ ഉണ്ട് ക്ലിയർ ടൂളിലേക്ക് പോകാം. നമുക്ക് ചെറിയൊരു ഫെയ്ഡ് നമ്മുടെ ഫോട്ടോയിൽ കൊണ്ടുവരുത്താം. നമുക്ക് റൺ കൊടുക്കാം. അപ്പം നമ്മുടെ എഡിറ്റിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ബിഫോർ ആഫ്റ്റർ ഒന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലൈറ്ററും കുറിച്ച് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പുതിയതായിട്ട് നമുക്ക് പിന്നെ കാണാം.